ഹായ് കൂട്ടുകാരെ, ഇന്ന് നടന്ന 7ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയുടെ ചോദ്യപേപ്പർ നോക്കാം. ആദ്യത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം. യാത്ര എന്ന് പറഞ്ഞാൽ വളരെ ദൂരത്തൊന്നുമല്ല, എന്നാൽ മനോഹരമായ ഒരിടത്തേക്ക്, അമ്മൂമ്മയുടെ വീട്ടിലെ പറമ്പിലേക്ക്. തുടക്കത്തിൽ ചെറിയൊരു പേടിയുണ്ടായിരുന്നു, പക്ഷേ അത് പെട്ടെന്ന് മാറി. പേടി മാറ്റിയത് കുറേ പൂമ്പാറ്റകളും പക്ഷികളും പിന്നെ ഒരു അണ്ണാനുമായിരുന്നു. പോയി തിരികെ വരുന്നത് വരെ പൂമ്പാറ്റകൾ എൻ്റെ കൂടെ തന്നെയായിരുന്നു. എന്നെ സന്തോഷിപ്പിക്കാൻ പക്ഷികളുടെ മധുരതരമായ ഗാനങ്ങളും ഇടയ്ക്ക് വ്യത്യസ്തമായ ഒരു ശബ്ദവും കേട്ടു. അതാരാണെന്നും ഞാൻ കണ്ടെത്തി. അത് അണ്ണാനായിരുന്നു, ഒരു കുഞ്ഞണ്ണാൻ. ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ആ മരങ്ങളുടെ ഇടയിലൂടെ നടക്കാൻ എന്തു സുഖമാണെന്നോ. ഈ മനോഹരമായ പ്രകൃതിയെയാണ് മനുഷ്യൻ വെട്ടി നശിപ്പിക്കുന്നത്. ഇനി ആരെങ്കിലും പ്രകൃതിയെ നശിപ്പിക്കുന്നത് കണ്ടാൽ ഞാൻ തീർച്ചയായും എതിർക്കുക തന്നെ ചെയ്യും, ഉറപ്പ്. ഒരു മനോഹര യാത്ര. അഞ്ജന എസ്. ഇനി നമുക്ക് ചോദ്യം നോക്കാം. കുട്ടിയുടെ യാത്ര എവിടേക്കായിരുന്നു മക്കളെ? അമ്മൂമ്മയുടെ വീട്ടുപറമ്പിലേക്ക് അല്ലേ? അടുത്തത്, കുട്ടിയുടെ യാത്രയിലുടനീളം കൂടെയുണ്ടായിരുന്നത് ആരായിരുന്നു മക്കളെ? പൂമ്പാറ്റകളല്ലേ? അടുത്തത്, കുട്ടിയുടെ യാത്രാനുഭവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതുക. കുട്ടിയുടെ പേടി മാറ്റിയത് കുറേ പൂമ്പാറ്റകളും പക്ഷികളും പിന്നെ ഒരു അണ്ണാനുമായിരുന്നു. രണ്ടാമത്തെ, ഇടയ്ക്ക് വ്യത്യസ്തമായ ഒരു ശബ്ദം കേട്ടത് കുയിലിൻ്റേതായിരുന്നു. അപ്പം ഇതിലേതായിരിക്കും മക്കളെ ശരി? ആദ്യത്തെ വരും അല്ലേ? കുട്ടിയുടെ പേടി മാറ്റിയത് കുറേ പൂമ്പാറ്റകളും പക്ഷികളും പിന്നെ ഒരു അണ്ണാനുമായിരുന്നു. ഇനി അടുത്തത്, യാത്രക്കിടയിൽ കുട്ടി കേട്ട വ്യത്യസ്തമായ ശബ്ദം ആരുടേതായിരുന്നു? അണ്ണാൻ്റെ അല്ലേ? ഓപ്ഷൻ ഡി വരും. അടുത്തത്, കാര്യകാരണ ബന്ധം നോക്കി ശരിയുത്തരം കണ്ടെത്തുക. കാര്യം, പ്രകൃതിയെ നശിപ്പിക്കുന്നത് കണ്ടാൽ ഞാൻ തീർച്ചയായും എതിർക്കുക തന്നെ ചെയ്യും, ഉറപ്പ്. കാരണം അമ്മൂമ്മയുടെ വീട്ടുപറമ്പിൽ നിന്ന് കുട്ടിക്ക് കിട്ടിയ യാത്രാനുഭവങ്ങൾ മനോഹരമായിരുന്നു. അപ്പോൾ ഏതായിരിക്കും മക്കളെ ശരി? രണ്ടാമത്തെ വരും അല്ലേ? കാര്യവും കാരണവും ശരി. അടുത്തത്, കുറിപ്പ്. വിസ്മയ കാഴ്ചകളുടെ ഉറവിടങ്ങൾ തേടിയുള്ള യാത്രകളുടെ ഭംഗി പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ എന്ന പാഠഭാഗത്ത് പരിചയപ്പെട്ടല്ലോ. എന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരു യാത്രയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കൂ. അപ്പം നമുക്കത് നോക്കാം. പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ എന്ന പാഠത്തിൽ ഒരു സാധാരണ യാത്ര എങ്ങനെ അവിസ്മരണീയമാകുന്നു എന്ന് കാണിക്കുന്നു. എൻ്റെ ഓർമ്മയിലുള്ള യാത്ര വയനാട്ടിലേക്കുള്ളതാണ്. പച്ചപ്പ് നിറഞ്ഞ മലകളും തെളിനീരുള്ള അരുവികളും കണ്ടപ്പോൾ പ്രകൃതിയുടെ ഭംഗി നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞു. വിനോദസഞ്ചാരം നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു പുതിയ അനുഭവമാണ്. തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതിയോട് ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന സമാധാനം വേറെ ഒന്നിനും കൊടുക്കാനാവില്ല. അത്തരം യാത്രകൾ നമ്മുടെ ജീവിതത്തിന് പുതിയ ഊർജം നൽകുന്നു. അടുത്ത ചോദ്യം, കാടിൻ്റെ കലാകാരൻ ആര്? രവീന്ദ്രൻ, ബിമലേന്ദ്ര ചക്രവർത്തി, MT വാസുദേവൻ നായർ, NA നസീർ. അപ്പോൾ എന്തായിരിക്കും മക്കളെ? NA നസീർ അല്ലേ? അടുത്തത്, അഗ്നിസാക്ഷി എന്ന നോവൽ രചിച്ചതാര്? ലളിതാംബിക അന്തർജനം. അടുത്തത് ആസ്വാദനക്കുറിപ്പ്. ചിത്രശലഭം. മഴവിൻ മുത്തുകൾ ചിതറിത്തെറിച്ചൊരു വിസ്മയ വൈഭവം പോലെ വർണ്ണശബളമാം നൂലുകൊരുത്തൊരു മിന്നുന്ന കുപ്പായം ചാർത്തി ആനന്ദത്തിൻ്റെ വെളിച്ചത്തിൽ ഇങ്ങനെ മായാജാലം പോലെ മന്ദം മരതകക്കല്ലു പതിപ്പിച്ച പോലെ നീ മേനി കാണാനെന്തഴക്. ചേലേഴം ചിറകു വിടർത്തി നീ പാറുമ്പോൾ വിസ്മയം തൂവുന്നു പാരിൽ. പുഷ്പങ്ങളാവോളം നിരയായി നിൽക്കുന്നൊരു ധ്യാനമാണു നിൻ തോഴൻ. അശ്വതി AV. പ്രകൃതി സുന്ദരമാണ്. മരങ്ങളും പൂക്കളും കിളികളും അതിനെ കൂടുതൽ സുന്ദരമാക്കുന്നു. ചിത്രശലഭം എന്ന കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതുക. അപ്പം നമുക്കത് നോക്കാം. പ്രകൃതിയുടെ സൗന്ദര്യവും നിഷ്കളങ്കതയും വർണ്ണിക്കുന്ന കവിതയാണ് ചിത്രശലഭം. മരങ്ങളും പൂക്കളും കിളികളും നിറഞ്ഞ പ്രകൃതിയിൽ ചിത്രശലഭം ആനന്ദത്തോടെ പറക്കുന്നതാണ് കവിതയുടെ പ്രമേയം. മിന്നുന്ന കുപ്പായം ചാർത്തി പ്രകൃതി നിൽക്കുന്നതും മരതകല്ല് പതിപ്പിച്ച പോലെ ചിത്രശലഭം പറക്കുന്നതും കവയിത്രി അതിമനോഹരമായി ചിത്രീകരിക്കുന്നു. ചേലേഴും ചിറകു വിടർത്തി നീ പാറുമ്പോൾ വിസ്മയം തൂവുന്നു പാരിൽ എന്ന വരിയിലൂടെ ചിത്രശലഭത്തിൻ്റെ പറക്കൽ ലോകത്തിന് മുഴുവൻ സന്തോഷം പകരുന്നതായി കാണിക്കുന്നു. ലളിതവും ഈണവുമുള്ളതുമായ ഭാഷയിലൂടെ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്നതിൻ്റെ ആനന്ദം കവയിത്രി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചുരുക്കത്തിൽ പ്രകൃതി സ്നേഹത്തിൻ്റെയും കുട്ടിത്തത്തിൻ്റെയും പ്രതീകമാണ് ഈ കവിത. അടുത്തത് 3B താരതമ്യക്കുറിപ്പ്. പച്ചമണ്ണിൽ 1000 ജീവനെ പിച്ച വെപ്പിക്കുവാനായി കൈനീട്ടി ചില്ലുവെള്ളിച്ചിരിക്കിലുക്കങ്ങൾ കൊത്തും മെല്ലെ മെല്ലെ തലയാട്ടുകയായി മരം. തന്നിരിക്കുന്ന കവിതയിലെ ആശയവും ഇലകൾ എന്ന കവിതയിലെ ആശയവും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പം നമുക്കത് നോക്കാം.
തന്നിരിക്കുന്ന കവിതയിലും ഇലകൾ എന്ന കവിതയിലും മരത്തെയാണ് പ്രധാന കഥാപാത്രമാക്കിയിരിക്കുന്നത്. രണ്ട് കവിതകളിലും മരം ഒരു ജീവനുള്ള സത്തായി ത്യാഗം ചെയ്യുന്നവയായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പച്ചമണ്ണിലൊരായിരം ജീവനെ പിച്ചവെപ്പിക്കുവാനായി കൈനീട്ടി നിൽക്കുന്ന മരം എല്ലാ ജീവികൾക്കും തണലും അഭയവും നൽകുന്ന കാരുണ്യത്തിൻ്റെ പ്രതീകമാണ്. അതുപോലെ ഇലകൾ എന്ന കവിതയിലും മരം നിശബ്ദമായി സേവനം ചെയ്യുകയും തൻ്റെ ഇലകൾ പൊഴിച്ച് പുതിയ തലമുറയ്ക്ക് വഴി നൽകുകയും ചെയ്യുന്നു. എന്നാൽ കൊടുത്ത കവിതയിൽ മരത്തിൻ്റെ കരുതലും സംരക്ഷണവുമാണ് പ്രധാനമെങ്കിൽ ഇലകൾ എന്ന കവിതയിൽ ത്യാഗത്തിലൂടെയുള്ള ജീവിതത്തിൻ്റെ തുടർച്ചയും നശ്വരതയുമാണ് ആശയം. ചുരുക്കത്തിൽ രണ്ട് കവിതകളിലും പ്രകൃതിയിൽ നിന്ന് മനുഷ്യൻ സേവനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പാഠം പഠിക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അടുത്തത് വിശകലനക്കുറിപ്പ്. വനനിഗൂഢതകളുടെ ആഴം തിരിച്ചറിയാനാകാതെ ഞാൻ ആ കയത്തിൽ മുങ്ങിപ്പോയി. എനിക്കതിൽ നിന്ന് കരകയറണമെന്ന ആഗ്രഹം ലവലേശമില്ലായിരുന്നു. ഈ വരികളിലൂടെ യാത്രികൻ അർത്ഥമാക്കുന്നതെന്ത്? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. നമുക്ക് നോക്കാം. ഈ വരികളിൽ പ്രകൃതിയോടുള്ള അഗാധമായ ആത്മബന്ധത്തെയും അതിൽ ലയിച്ചു ചേരാനുള്ള മനുഷ്യൻ്റെ ആഗ്രഹത്തെയുമാണ് കാണിക്കുന്നത്. വനനിഗൂഢതകളുടെ ആഴം എന്നത് വനത്തിൻ്റെ നിഗൂഢവും അജ്ഞാതവുമായ സൗന്ദര്യത്തെയാണ് കുറിക്കുന്നത്. വനത്തിൻ്റെ ഓരോ ഇലയിലും മരത്തിലും അരുവിയിലും ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ തിരിച്ചറിയാൻ പോലും കഴിയാതെ രചയിതാവ് ആ പ്രകൃതിയിൽ മുങ്ങിപ്പോയി. ഇവിടെ മുങ്ങിപ്പോവുക എന്നത് ശാരീരികമായി മാത്രമല്ല, മനസ്സുകൊണ്ട് പ്രകൃതിയിൽ പൂർണ്ണമായി ലയിച്ചു ചേരുക എന്ന അർത്ഥത്തിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വരി എനിക്കതിൽ നിന്ന് കരകയറണമെന്ന ആഗ്രഹം ലവലേശമില്ലായിരുന്നു എന്നതാണ്. സാധാരണ നമ്മൾ അപകടത്തിൽപ്പെട്ടാൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കും. എന്നാൽ ഇവിടെ പ്രകൃതിയുടെ മടിത്തട്ടിൽ അകപ്പെട്ട രചയിതാവിന് അതിൽ നിന്ന് പുറത്തു വരാനേ തോന്നുന്നില്ല. കാരണം പ്രകൃതി നൽകുന്ന സമാധാനവും ആനന്ദവും അത്രയ്ക്ക് ആഴമുള്ളതാണ്. അടുത്തത് അഭിപ്രായക്കുറിപ്പ്. അവൻ തൻ്റെ അമ്മയുടെ മിനുങ്ങുന്ന കണ്ണുകൾ നോക്കാൻ അടുക്കളയിലേക്ക് ഓടി. പ്രിയപ്പെട്ടവരുടെ സ്നേഹം എന്നും വ്യത്യസ്ത അനുഭവം തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം കുറിപ്പായി എഴുതൂ. അപ്പോൾ നമുക്കത് നോക്കാം. ഈ വരികൾ അമ്മയുടെ സ്നേഹത്തിൻ്റെ വിലയും അതിൻ്റെ അദ്വിതീയതയും വളരെ ലളിതമായി പറഞ്ഞു വയ്ക്കുന്നു. അവൻ തൻ്റെ അമ്മയുടെ മിന്നുന്ന കണ്ണുകൾ നോക്കാൻ അടുക്കളയിലേക്ക് ഓടി. ഇവിടെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഒരു സാധാരണ ദിവസം അടുക്കളയിൽ പണിയെടുക്കുന്ന അമ്മ. എന്നാൽ മകൻ ആ കണ്ണുകളിൽ കാണുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹമാണ്. മിന്നുന്ന കണ്ണുകൾ എന്നത് അമ്മയുടെ സ്നേഹം, കരുതൽ, ത്യാഗം എല്ലാം കൂടി ചേർന്നതാണ്. അത് കാണാനുള്ള ആഗ്രഹമാണ് അവനെ ഓടിക്കുന്നത്. രണ്ടാമത്തെ വരി അതിനെ സാർവത്രികമാക്കുന്നു. പ്രിയപ്പെട്ടവരുടെ സ്നേഹം എന്നും വ്യത്യസ്ത അനുഭവം തന്നെയാണ്. പണവും സമ്മാനങ്ങളും കൊണ്ട് വാങ്ങാൻ കഴിയാത്ത ഒന്നാണ് പ്രിയപ്പെട്ടവരുടെ നോട്ടവും സ്നേഹവും. അമ്മയുടെ അടുക്കളയിലെ തിരക്കിനിടയിലെ ഒരു നോട്ടം പോലും മകന് ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനമാണ്. അടുത്തത് പത്രവാർത്ത. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി ചേറ്റുപുറം ഗവ സ്കൂളിലെ ഭാഷാ ക്ലബ്ബ് മനസ്സിലെ കിളി എന്ന കഥ നാടകമായി അവതരിപ്പിച്ചു. ഇതുമായി ബന്ധപ്പെട്ട പത്രവാർത്ത തയ്യാറാക്കുക. അപ്പം നമുക്ക് നോക്കാം. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി ചേർത്തല ഗവ സ്കൂളിലെ ഭാഷാ ക്ലബ്ബ് മനസ്സിലെ കിളി എന്ന കഥ നാടകമായി അവതരിപ്പിച്ചു. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ വിദ്യാർത്ഥികൾ മികച്ച അഭിനയത്തിലൂടെ കഥയുടെ ആശയം ജനങ്ങളിലേക്ക് എത്തിച്ചു. സ്വാതന്ത്ര്യം, സമത്വം, ദേശസ്നേഹം എന്നീ സന്ദേശങ്ങളാണ് മനസ്സിലെ കിളി എന്ന നാടകം പ്രേക്ഷകർക്ക് നൽകിയത്. ഭാഷാ ക്ലബ്ബ് അംഗങ്ങളുടെയും കഠിന പരിശ്രമത്തിൻ്റെയും ഏകോപനത്തിൻ്റെയും ഫലമായിരുന്നു നാടകാവതരണം. അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികളുടെ പ്രകടനത്തെ സ്കൂൾ അധികൃതരും സന്നിധരും പ്രശംസിച്ചു. സ്വാതന്ത്ര്യദിനത്തിൻ്റെ പ്രാധാന്യം കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനോടൊപ്പം അവരിലെ കലാപരമായ കഴിവുകൾ വളർത്തിയെടുക്കാനും ഇത്തരം പരിപാടികൾ സഹായകമാകുമെന്ന് ഹെഡ് മാസ്റ്റർ പറഞ്ഞു. ഇനി അടുത്തത് കഥാപാത്ര നിരൂപണം. അല്ലച്ഛാ, നക്ഷത്രം എനിക്കും നക്ഷത്രത്തിന് വേണം എന്ന് പറഞ്ഞു കരയുന്ന കുട്ടിയെ നക്ഷത്രം എന്ന കഥയിൽ പരിചയപ്പെട്ടല്ലോ. കുട്ടിയുടെ സ്വഭാവത്തിലെ സവിശേഷതകൾ ഉൾപ്പെടുത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അപ്പം നമുക്കത് നോക്കാം. നക്ഷത്രം എന്ന കഥയിലെ കുട്ടി നിഷ്കളങ്കതയുടെയും ആഗ്രഹത്തിൻ്റെയും പ്രതീകമാണ്. അല്ലച്ചു, നക്ഷത്രം എനിക്ക് നക്ഷത്രത്തിനെ വേണമെന്ന് പറഞ്ഞ് കരയുന്നതിലൂടെ അവളുടെ കുട്ടിത്തവും സ്വപ്നാധീനതയും വ്യക്തമാക്കുന്നു. അവൾക്ക് ലോകത്തെക്കുറിച്ച് വലിയ അറിവുകളൊന്നുമില്ല. ആകാശത്ത് മിന്നുന്ന നക്ഷത്രത്തെ ഒരു കളിപ്പാട്ടം പോലെ കരുതി അത് കയ്യിൽ കിട്ടണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു. അവളുടെ ആഗ്രഹത്തിൽ യുക്തിയില്ലെങ്കിലും സ്നേഹവും ആത്മാർത്ഥതയും നിറഞ്ഞിരിക്കുന്നു. കരഞ്ഞ് ആവശ്യപ്പെടുന്നതിൽ നിന്ന് അവൾ എന്തിനോടും അടങ്ങാത്ത ഒരു ചാടിക്കാരിയാണെന്ന് മനസ്സിലാക്കാം. ഈ കുട്ടി നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തോടുള്ള കുട്ടിയുടെ ശുദ്ധമായ കാഴ്ചപ്പാടാണ്. വലുതും ചെറുതുമല്ല, സാധ്യവും അസാധ്യവുമല്ല. തോന്നുന്നത് നേടിയെടുക്കണമെന്ന നിഷ്കളങ്കമായ ആഗ്രഹം മാത്രം. അവളുടെ കണ്ണീരും വാശിയും കുട്ടിക്കാലത്തിൻ്റെ ഭംഗിയെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ കേരള പാഠാവലിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കില്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.